ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഒരുപാട് നാളായി ഞാൻ പിൻട്രസ്റ്റിൽ ഈ ഒരു സെൽഫ് കെയർ ജാറിനെ കുറിച്ചിട്ട് കാണുന്നു. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാൻ ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള അതിന് സ്യൂട്ടായിട്ടുള്ള ഒരു ജാർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജാർ വെയിറ്റ് ചെയ്ത് നിന്നാൽ ഇത് ഇപ്പോഴൊന്നും ചെയ്യലുണ്ടാവില്ല എന്ന് തോന്നിയതുകൊണ്ട് ഇതുപോലൊരു ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് ചെയ്യാണ്. ഈ ഒരു ബോട്ടിലെന്ന് പറഞ്ഞാൽ എന്തോ ഒരു മെഡിസിൻ്റെ ബോക്സാണ്. എൻ്റെ ഒരു കസിന് നഴ്സിങ്ങിന് പഠിക്കുന്നുണ്ട്. അവൾ കൊണ്ട് തന്നതാണ് ഇങ്ങനത്തെ 2 ബോട്ടിൽ. ഇത് കിട്ടിയ സമയത്ത് ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്ളോഗിലുണ്ടായിരുന്നു ഇത് ഞാൻ ക്ലീൻ ചെയ്യുന്നതൊക്കെ. ആ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഏതായാലും ആ ഒരു ബോട്ടിൽ എടുത്തിട്ട് ജസ്റ്റ് അതിനൊന്ന് ഡെക്കോർ ചെയ്തെടുക്കുകയാണ്. ആദ്യം ഞാൻ ജൂട്ട് ത്രെഡ് യൂസ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ ചെറുതായിട്ടൊന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കളർ ത്രെഡാണ് യൂസ് ചെയ്തത്. ഇത് പേപ്പർ ത്രെഡ് അല്ല കേട്ടോ. എനിക്ക് വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ പേപ്പർ ത്രെഡ് പോലെയൊക്കെ തോന്നണം. പക്ഷേ അത് ശരിക്കും പേപ്പർ ത്രെഡ് അല്ല. ശരിക്കും അതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ അയയൊക്കെ കെട്ടാൻ മേടിക്കുന്ന പ്ലാസ്റ്റിക് കയറുണ്ടല്ലോ, അതിൻ്റെ തന്നെ ഒരു കട്ടിയില്ലാത്തൊരു വേർഷനായിട്ട് എനിക്ക് തോന്നി. അത് ഏതാ മെറ്റീരിയൽ, അതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞാനൊരു ക്രാഫ്റ്റ് ഷോപ്പിൽ ഇങ്ങനെ റാൻഡമായിട്ട് കണ്ടപ്പോൾ മേടിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ബ്ലാക്കും യെല്ലോ കളറും, ഈ 2 കളർ തന്നെ ഞാൻ മേടിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ ആ ഒരു 2 കളേഴ്സ് വെച്ചിട്ടാണ് ഞാനിത് ഡെക്കോർ ചെയ്യുന്നത്. അപ്പം കുറച്ച് തിക്കായിട്ട് തന്നെ ഞാൻ യെല്ലോ ചുറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത്ര തന്നെ ഇല്ലാതെ അതിൽ അളവ് കുറഞ്ഞിട്ട് നേരിയൊരു ബ്ലാക്ക് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ആ ഒരു യെല്ലോൻ്റെ പകുതി പോർഷൻ വരുന്ന രീതിയിൽ ബ്ലാക്ക് ചുറ്റി കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് താഴെ ചുറ്റി അതേ അളവിൽ മേലെ പിന്നെയും യെല്ലോ കളറിനെ ചുറ്റി കൊടുക്കുകയാണ്. പിന്നെ അതിൽ എക്സ്ട്രാ വന്നിട്ടുള്ള ത്രെഡൊക്കെ അങ്ങനെ കരിയിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സെൽഫ് കെയർ ജാർ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ സെൽഫ് കെയറിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതിയിട്ട് അതിൽ ഇൻസേർട്ട് ചെയ്യും ഈ ഒരു ജാറിൽ. അതായത് ഇപ്പോൾ സ്കിൻ കെയർ, അല്ലെങ്കിൽ ഡ്രോയിങ്, അല്ലെങ്കിൽ നമ്മുടെ എങ്ങനെ വേറെ എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ, റീഡിങ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പ്രിപ്പയർ സംതിങ് ഫോർ യുവർ സെൽഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എഴുതിയിട്ട് അതിൽ ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ ഇതിങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നത് ആ സമയത്ത് ഇതിൽ നിന്ന് പോയിട്ട് ലോട്ട് എടുക്കുന്ന പോലെ റാൻഡമായിട്ട് ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്യുക. ആ പിക്ക് ചെയ്യുന്നതിൽ എന്താണോ ഉള്ളത് അത് നമ്മളപ്പോൾ ചെയ്യുക. അതിൽ റീഡിങ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ബുക്ക് എടുത്ത് വായിക്കുക. ഡ്രോയിങ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പിക്ചർ വരയ്ക്കുക. അങ്ങനെ നമ്മൾക്ക് വേണ്ടി തന്നെ മാറ്റി വെക്കുന്ന ഒരു സമയം, അത് കുറച്ച് സമയമാണെങ്കിലും ആ ഒരു സമയം മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ഈ ഒരു ഹാബിറ്റ് സഹായിക്കും. അപ്പോൾ അത് എനിക്ക് ഇങ്ങനെ വായിച്ചപ്പോഴും ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോഴൊക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അങ്ങനെ അപ്പോഴേക്കും ഒരുപാട് വീഡിയോ കവർ ചെയ്ത് പോയി. നമ്മുടെ ഒരു ബ്രൗൺ കളർ പേപ്പർ ഹേർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ലവ് യുവർ സെൽഫ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ സെൽഫ് ലവിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഒക്കെ പേളി മണീൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് കേട്ടോ. ഈ പേളി ചേച്ചീൻ്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഒരു എപ്പോഴും സ്മൈലായിട്ട് അല്ലെങ്കിൽ എപ്പോഴും പോസിറ്റീവായിട്ട് ചില്ലായിട്ട് നിൽക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പേളി ചേച്ചീൻ്റെ യൂട്യൂബ് ചാനലിലെ ഇൻട്രോ സോങ് ഉണ്ടല്ലോ, ലവ് യുവർ സെൽഫ് ദ വേ യു ആർ, അതിൽ നിന്നാണ് ഈ ലവ് യുവർ സെൽഫ് എന്നുള്ള കോട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പാടാനൊന്നും അറിയില്ല കേട്ടോ പാട്ട്. കുറച്ചേരം ക്ഷമിച്ചാളി, ആകെ ഒരു ലൈനേ ഞാൻ പാടിയിട്ടുള്ളൂ, അത് ക്ഷമിച്ചാളി, സാരമില്ല. അങ്ങനെ അത് ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു എൻജോയ് ലിറ്റിൽ തിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു കോട്ട്, ഞാൻ ഇതിനു വേണ്ടി പ്രിൻ്റ് എടുത്തതല്ല, ഞാൻ എപ്പോഴോ ഇങ്ങനെ പ്രിൻ്റ് എടുത്തതിൽ ഉണ്ടായിരുന്ന ഒരു കോട്ടാണ്. അപ്പോൾ അതെടുത്തിട്ട് ഇതുപോലെ ഞാൻ പെന്ന് വെച്ചിട്ട് ചെറിയൊരു ഹോളാണ് ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് ഒരു ബ്രൗൺ കളർ പേപ്പർ ത്രെഡ്, ഇത് പേപ്പർ ത്രെഡാണ്, നമ്മൾ നോർമൽ ക്രാഫ്റ്റ്സിനൊക്കെ യൂസ് ചെയ്യുന്ന പേപ്പർ ത്രെഡാണ്. അത് വെച്ചിട്ട് അതിലൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതി. ഞാനത് ആ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഇങ്ങനെ കോർത്തെടുത്തിട്ട് അതിൻ്റെ ബാക്കിലൊരു കെട്ടിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കെട്ടിട്ട് കൊടുത്തിട്ട് ചെയ്യുമ്പോൾ എനിക്കതൊരു വിൻറ്റേജ് ലുക്കൊക്കെ തോന്നി. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കെട്ടിട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ആ ഒരു ബോട്ടിലിൻ്റെ ഒരു നെക്ക് പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു നെക്ക് പോർഷനിൽ ഇങ്ങനെ ബാക്കി ഭാഗം ഇങ്ങനെ കുറച്ചൊന്ന്, അധികം ഇല്ല, ഒരു 5 to 6 ലെയേഴ്സ് ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി ഞാൻ അതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഒട്ടിക്കാൻ ഞാൻ ഫെവിക്വിക്കോ ഫെവിബോണ്ടാണെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ പേര്. ആ ഒരു യെല്ലോ കളർ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, ആ ഒരു സംഭവമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പേര് ഫെവിബോണ്ട് തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ സംഭവം വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബോട്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു താഴെ നമ്മൾ ചുറ്റിയിട്ടുള്ള ബ്ലാക്കും യെല്ലോയും ത്രെഡ് അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ അത് സെറ്റായിട്ടുണ്ട്. അങ്ങനെ ബോട്ടിലുള്ള അലങ്കോലപ്പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഒരു ബ്ലാക്ക് സംഭവം ഉണ്ടല്ലോ, ആ ബോട്ടിലിൻ്റെ തൊട്ടടുത്ത് കണ്ട അത് അതിൻ്റെ ക്യാപ്പാണ്. അത് വെച്ച് അടച്ചു കൊടുത്താൽ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് പല കളേഴ്സിലുള്ള പേപ്പേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാം ഒരേ കളറാവണ്ടെന്ന് വിചാരിച്ചിട്ട് പല കളേഴ്സിലുള്ള പേപ്പേഴ്സ് എടുത്തിട്ട് അതിലിങ്ങനെ ഓരോ നമ്മൾ സെൽഫ് കെയർ ആയിട്ടുള്ള സംഭവങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്.
ഞാനതിൽ സ്കിൻ കെയർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്രോയിങ്, പെയിൻറ്റിങ് അങ്ങനെ കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. പിന്നെ റീഡ് സംതിങ് പോസിറ്റീവ്, പിന്നെ കുക്ക് സ്നാക്ക് ഫോർ മൈസെൽഫ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു 12 എണ്ണമാണ് ഞാനിപ്പോൾ എഴുതി വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇപ്പം എനിക്കത് ചെയ്യാൻ ടൈമില്ല. അത് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളൊരു സംഭവം ഇതിൽ എഴുതിയിട്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ലോട്ട് എടുക്കുമ്പോൾ അത് അത് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളത് ചെയ്യുകയും ചെയ്യും. അങ്ങനെ പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നില്ലാത്തത് കേട്ടോ. കാരണം നമ്മൾ എപ്പോഴാണോ ആ ലോട്ട് കിട്ടുന്നത് അപ്പോഴേ അത് ചെയ്യുള്ളൂല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ അത് എന്നിട്ട് ആ ഒരു പേപ്പർ ഞാനിങ്ങനെ റോൾ ചെയ്തിട്ട് ആ സ്ട്രോൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ആ വീഡിയോയിൽ അപ്പം ആ വീഡിയോ കഴിഞ്ഞ് പോയതിന് ശേഷമാണ് അത് മെൻഷൻ ചെയ്യാനുള്ള ഓർമ്മ. ആ ഒരു സ്ട്രോ ഇങ്ങനെ പീസാക്കി, പേപ്പർ സ്ട്രോ ആണ്, പേപ്പർ സ്ട്രോ ഇങ്ങനെ പീസസാക്കി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഓരോ വാഷി ടേപ്പിൻ്റെ ഓരോ റോള് ചുറ്റിയിട്ട് ഒന്നുകൂടി ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അതേ സിമ്പിളായിട്ട് ആ ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്ട്രോൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് എൻ്റെ ലാസ്റ്റ് വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട് ഈ ഒരു മെത്തേഡിൽ തന്നെ ഞാൻ വേറൊരു സംഭവം അതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ഐഡിയ ഞാൻ എവിടെ നിന്നാണ് എടുത്തത് എന്നുള്ളത്. അങ്ങനെ ഇതേ ഞാൻ അതൊക്കെ സെറ്റായി നമ്മുടെ സെൽഫ് കെയർ ജാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഫ്രീ ടൈമിൽ എപ്പോഴാണോ ഫ്രീ ആയി നിൽക്കുന്ന ആ സമയത്ത് ഇതുപോലെ ഒന്ന് നല്ലോണം ഷേക്ക് ചെയ്തിട്ട് ഒന്ന് അതിൽ നിന്ന് എടുക്കുക, ലോട്ടെടുക്കുക. എന്നിട്ട് ഇതേപോലെ പെൻസിൽ എന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു സ്ട്രോൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ പേപ്പർ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ അതിലെന്താണോ എഴുതിയിട്ടുള്ളത് അത് ചെയ്യുക. അതാണ് നമ്മുടെ സെൽഫ് കെയർ ജാർ കൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.